ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ മാഗ്നറ്റിക് ടൈംസ് കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലക്റ്റൻസിനെ പറ്റി പഠിച്ചു. ഓക്കെ, ഞാൻ നേരം പറഞ്ഞായിരുന്നു ഈ മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിമിലർ ടു റെസിസ്റ്റൻസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്റ്റൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രതിരോധം, കറണ്ടിന്റെ ഒഴുക്കിനെ തടയാനുള്ള പ്രതിരോധം, കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നു, അതാണ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന് പറയുന്നത്. അതിന് തുല്യമായ മാഗ്നറ്റിക് സർക്യൂട്ടിലെ വേർഡാണ് റിലക്റ്റൻസ്. ഓക്കെ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്ന മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് അതിന്റെ സിമ്പൽ എസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ അതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ് ആൻഡ് സിമ്പൽ എസ്. ഓക്കെ, വാട്ട് ഈസ് റിലക്റ്റൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ടു ഒപ്പോസ് ദ ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ്. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. ഓക്കെ, കറണ്ട് ഫ്ലോയെ ഓപ്പോസ് ചെയ്യാനുള്ള ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒപ്പോസ് ചെയ്യാനുള്ള മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. അപ്പോൾ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒപ്പോസ് ചെയ്യാനുള്ള മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് റിലക്റ്റൻസ്. ഓക്കെ, സിമ്പൽ എസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർമിയൻസ് എന്താണ്? പെർമിയൻസ് എന്ന് പറഞ്ഞാൽ റിലക്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ്. പെർമിയൻസ് ഈസ് ഈക്വൽ ടു പെർമിയൻസ് ഈസ് ഈക്വൽ ടു 1 by റിലക്റ്റൻസ്. റിലക്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ് ഈ പെർമിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റിലക്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ് പെർമിയൻസ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എതിർക്കാനുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പെർമിയൻസ്. അപ്പോൾ എന്തായിരിക്കും സംഭവം? റിലക്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ് പെർമിയൻസ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കഴിവാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഇൻവേഴ്സ് ആണ് പെർമിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. ഓക്കെ, പെർമിയൻസ് എന്ന് പറഞ്ഞാൽ 1 by റിലക്റ്റൻസ്. ഓക്കെ, and it is a property of a magnetic circuit which helps to develop magnetic flux easily. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഈസി ആക്കാനുള്ള ആ മെറ്റീരിയലിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പെർമിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് വിച്ച് ഹെൽപ്സ് ടു ഡെവലപ്പ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസിലി. മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈസി ആക്കാനുള്ള ആ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പെർമിയൻസ് എന്ന് പറയുന്നത്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവാണ് റിലക്റ്റൻസ്. പെർമിയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതമാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പെർമിയൻസ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് പെർമിയൻസ്. ഓക്കെ, ഇറ്റ് ഈസ് സിമിലർ ടു കണ്ടക്ടൻസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിലെ കണ്ടക്ടൻസിന് സിമിലർ ആണ്.
കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ആ കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിയാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. കറണ്ടിനെ ഈസി ആയിട്ട് കടത്തിവിടാനുള്ള ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ്. ഈസി ആയിട്ട് കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ്. ഓക്കെ. അപ്പോൾ ഈ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ പെർമിയൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിലെ കണ്ടക്ടൻസിന് തുല്യമാണ്. ഓക്കെ. എന്താണ് പെർമിയൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാനുള്ള ആ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് പെർമിയൻസ്. പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് വിച്ച് ഹെൽപ്സ് ടു ഡെവലപ്പ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസിലി. പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് വിച്ച് ഹെൽപ്സ് ടു ഡെവലപ്പ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസിലി. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് പെർമിയൻസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് വിച്ച് ഹെൽപ്സ് ടു ഡെവലപ്പ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസിലി. ഓക്കെ. മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാനുള്ള ആ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് പെർമിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു കണ്ടക്ടൻസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിലെ കണ്ടക്ടൻസിന് തുല്യമാണ്. കറണ്ടിനെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്ന പ്രോപ്പർട്ടിയാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതേപോലെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈസി ആക്കാനുള്ള പ്രോപ്പർട്ടിയാണ് പെർമിയൻസ് എന്ന് പറയുന്നത്. കറണ്ടിനെ ഈസി ആയിട്ട് കടത്തിവിടാനുള്ള പ്രോപ്പർട്ടിയാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് പെർമിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ഈസ് സോളിനോയിഡ്. അടുത്തൊരു ടേമാണ് സോളിനോയിഡ്. It is a type of coil. അതൊരു തരം കോയിലാണ്. It is a type of coil having circular turns. Circular turns ആണ് കേട്ടോ. Circular turns ആണുള്ളത്. ഒരു കോയിലാണ്. It is having circular turns. Circular turns ഉള്ള ഒരു ടൈപ്പ് കോയിലാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. It has more than one layer. ഒരു ലെയറിൽ കൂടുതൽ കാണും. ഓക്കെ. ഇതിന്റെ പ്രത്യേകത ഇതൊരു തരം കോയിലാണ്. സോളിനോയിഡ് എന്ന് പറയുന്നത് ഒരു തരം കോയിലാണ്. അതിനകത്ത് സർക്കുലർ ടേൺസ് കാണും. ഒരു തരം കോയിലാണ് ഈ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സർക്കുലർ ടേൺസ് കാണും. ഓക്കെ. നീ ഇതിന്റെ ലെങ്ത് നോക്ക്. ഇറ്റ്സ് ലെങ്ത് ഈസ് മോർ ദാൻ ഡയമീറ്റർ. ലെങ്ത് എന്ന് പറയുന്നത് ഡയമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു തരം കോയിലാണ്. അതിന്റെ പ്രത്യേകത സർക്കുലർ ടേൺസ് ആയിരിക്കും. കണ്ടോ, സർക്കുലർ ടേൺസ് ആണ് സോളിനോയിഡിനുള്ളത്. അതിന്റെ ലെങ്ത് ഡയമീറ്ററിനേക്കാൾ കൂടുതലാണ്. ഓക്കെ. ഇനി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും? സെറ്റപ്പ് ചെയ്യും. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യും. Whenever a current is passed through the solenoid, a flux is set up around the conductor in the shape of concentric circle. ഇവിടെ ഈ സോളിനോയിഡ് വഴി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്ലക്സ് സെറ്റ് ചെയ്യും. ഓക്കെ. അത് കോൺസെൻട്രിക് സർക്കിളിന്റെ ഷേപ്പിലായിരിക്കും ആ ഫ്ലക്സ് അവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഏതൊരു കണ്ടക്ടറിനെയും പോലെ തന്നെ ഈ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്ലക്സ് സെറ്റ് ചെയ്യും. പക്ഷെ സോളിനോയിഡിന്റെ കേസിൽ ആ ഫ്ലക്സ് സെറ്റ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രിക് സർക്കിളിന്റെ രൂപത്തിലായിരിക്കും. സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞ ഒരു കമ്പിച്ചുരുളാണ്, ഒരു കോയിലാണ്. ആ കോയിലിൽ ഒന്നിലധികം ലെയർ കാണും. മോർ ദാൻ വൺ ലെയർ ഉണ്ട് ഇതിന്. ഓക്കെ. ഇതിനകത്ത് സർക്കുലർ ടേൺസ് ആണുള്ളത്. അതിന്റെ ലെങ്ത് ഡയമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റ് ചെയ്യും. ഓക്കെ.